മുതഅല്ലിമീങ്ങളെ, മുഅല്ലിം സുഹൃത്തുക്കളെ, യുവാക്കളെ, ഉമ്മമാരെ, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നതിന്റെ പുറമെ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കാൻ നോക്കൂ, കുടുംബബന്ധം ചേർക്കാൻ നോക്കൂ, അയൽവാസികൾക്ക് നന്മ ചെയ്യാൻ നോക്കൂ, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ നോക്കൂ, കുട്ടികളോട് കാരുണ്യം കാണിക്കാൻ നോക്കൂ, ഭാര്യമാരെ സ്നേഹിച്ച് അവർക്ക് സ്നേഹം പങ്കിടാൻ നോക്കൂ, ഭാര്യയെ പീഡിപ്പിക്കല്ല, ഭാര്യയെ ചീത്ത പറയല്ല, ഭാര്യയുടെ ബാപ്പാനെയും ഉമ്മാനെയും പറയല്ല, ഭാര്യയുടെ പൊന്നെങ്ങനെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ച് കാശാക്കി കാശ് ദൂർത്തരിച്ച് തീർക്കല്ല, ഭാര്യയെ ദ്രോഹിക്കല്ല, ഭാര്യയെ വിഷമിപ്പിക്കല്ല. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവര് ഫാമിലിക്ക് നല്ലവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. ഓ ചെറുപ്പക്കാരെ, സ്വന്തം ബാപ്പയും ഉമ്മയും അവഗണിക്കല്ല. ബാപ്പ ഉമ്മ വലിയ സംഭവമാണ്. അവരല്ലേ നമ്മുടെ മനം പേറിയത്, അവരല്ലേ നമ്മുടെ കവം നീക്കി തന്നത്, അവരല്ലേ നമ്മളെ കുളിപ്പിച്ചത്, അവരല്ലേ പോറ്റി വളർത്തിയത്, അവരല്ലേ ഭക്ഷണം വാരി തന്നത്, അവരല്ലേ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത്, അവരല്ലേ നമ്മളെ വളർത്തി സ്ഥാനത്തെത്തിച്ചത്, അവരല്ലേ നമുക്ക് ഭാഷ പഠിപ്പിച്ചത്. അവരോട് എത്രയാ കടപ്പാട് പറഞ്ഞു തീർക്കാൻ കഴിയോ? ബാപ്പ ഉമ്മയെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ച് ജീവിക്കൂ യുവാക്കളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ ഉമ്മമാരെ. അതേപോലെ എന്റെ ഉമ്മമാരെ, നിങ്ങളെ പ്രിയപ്പെട്ട ആൺമക്കളിലെ ആ ആൺമക്കളോട് നിങ്ങൾക്ക് വലിയ സ്നേഹമല്ലേ? ആ സ്നേഹം നിങ്ങളവരെ ഭാര്യമാരോട് പ്രകടിപ്പിക്കൂ. സ്വന്തം മകനോട് വലിയ സ്നേഹമാണ്, മകന്റെ ഭാര്യയോട് വലിയ വെറുപ്പാണ്. അങ്ങനത്തെ ദുഷിച്ച സ്വഭാവമുള്ള ചില ഉമ്മമാരില്ലേ, ആ സ്വഭാവം വലിച്ചെറിയൂ. നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം മക്കളുടെ സ്നേഹം കിട്ടണമെങ്കിൽ അവരുടെ ഭാര്യമാരോട് നിങ്ങൾ സ്നേഹം കാണിക്കണം. അപ്പോഴല്ലേ ആ ചെറുപ്പക്കാർക്ക് നിങ്ങളോട് വലിയ സ്നേഹമുണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, അന്യനാട്ടിൽ നിന്നൊരാൾ വന്നാൽ നമുക്ക് അതിഥിയല്ലേ. ഞാനിവിടെ നിങ്ങളെ നാട്ടിൽ വന്നു, നിങ്ങളെ നാട്ടുകാർ തമ്മിലുള്ളതിനേക്കാൾ എന്നോട് നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കൂലേ? കാരണം ഞാൻ നിങ്ങളെ അതിഥിയാണ്. നിങ്ങൾ കുറ്റ്യാടിയിൽ വന്നാൽ ഞാൻ അങ്ങോട്ട് കാണിച്ചില്ലേ, നിങ്ങൾക്ക് പ്രതിഷേധാവൂലേ? സ്വാഭാവികമല്ലേ? എങ്കിലും നമ്മളെ സ്വന്തം വീട്ടിലുള്ള നമ്മളെ സ്വന്തം പെൺകുട്ടികളെക്കാൾ മറ്റൊരു വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടിയോട് നമ്മളൊരു അതിഥിയോട് പെരുമാറും പോലെ പെരുമാറുകയല്ലേ യഥാർത്ഥ രീതി? അതല്ലേ ശരിയായ സ്വഭാവം? അതിന് പകരം മകന്റെ ഭാര്യയോട് എന്തെങ്കിലും ഒന്ന് വേണ്ടാത്തത് ചെയ്തിട്ടേ അടങ്ങൂ എന്ന നിലയ്ക്ക് ദുഷിച്ച ചിന്തയുള്ള ഉമ്മമാരാകരുത്. നമ്മൾ അല്ലാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം ഉമ്മമാർക്കുണ്ടാകണം. സുബ്ഹാനല്ലാഹ്, ഭാര്യയ്ക്ക് വരുമ്പോഴേക്ക് ഉമ്മാനെ വലിച്ചെറിയുന്ന മക്കളാകരുത്. ഉമ്മ അത് വല്ലാത്ത വിഷയമാണ്. അതേ അൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവടയാണ് സ്വർഗമെന്നല്ലേ നബി വചനം. അത് ഓർമ്മയിൽ വേണേ ചെറുപ്പക്കാരെ. ഓ പെൺകുട്ടികളെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ബാപ്പ ഉണ്ടെങ്കിൽ, നിങ്ങളെ ഉമ്മയുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ട പരിചരണം നടത്തിക്കൊടുക്കൂലേ? പ്രായമുള്ള ബാപ്പ ഉമ്മക്ക് നിങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ഭർത്താവ് സൗദിയിലോ ഖത്തറിലോ ദുബായിലോ പോയി നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയല്ലേ? നിങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും നിങ്ങളെ മക്കളെയും പോറ്റാനല്ലേ? ആ ഭർത്താവിന്റെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടലെപ്പോഴാണ്? നിങ്ങൾ ഭർത്താവിന്റെ ഉമ്മാക്ക് വേണ്ട പരിചരണം ചെയ്തു കൊടുക്കുമ്പോ, നിങ്ങൾ ഭർത്താവിന്റെ ബാപ്പയ്ക്ക് വെള്ളം ചൂടാക്കി കൊടുക്കുമ്പോ, ഭർത്താവിന്റെ ബാപ്പയ്ക്ക് അത് അവർ പറയുന്ന സമയത്ത് ചായയും കാപ്പിയും എത്തിക്കുമ്പോ ഭർത്താവിന് നിങ്ങളോടുണ്ടാകുന്ന സ്നേഹം എത്രയാണ്? എന്റെ പ്രതിനിധിയെ, എന്റെ ഭാര്യ എന്റെ ബാപ്പയെ നോക്കുന്നു, എന്റെ ഉമ്മയെ നോക്കുന്നു. എന്റെ കടപ്പാട് എനിക്ക് വീട്ടാൻ കഴിയാത്ത, ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അതിനെന്നെ
എന്നെ സഹായിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ, എന്തായിരിക്കും ആ ഭർത്താവിന്റെ സന്തോഷം? ആ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി നിങ്ങൾ ഭരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ മാത വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന പെണ്ണ് സ്വർഗത്തിൽ കടന്നു. ഭർത്താവിന്റെ ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തം വാങ്ങി, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കാൻ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ പെൺകുട്ടികളെ.